സൺഡേ ശാലോം പ്രേക്ഷകരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മലങ്കര കത്തോലിക്ക സഭ ഈ ഒരു കാലഘട്ടത്തിൽ സ്വർഗം ഈ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സഭയിലുണ്ടായ ഭിന്നിപ്പ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകളാണ്. ആ മുറിവുകൾ ഉണക്കാനുള്ള പരിശ്രമം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്നിപ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന പ്രത്യേകമായ സന്ദേശങ്ങളിലെല്ലാം സഭകളുടെ ഐക്യത്തെപ്പറ്റി പ്രത്യേകമായി സന്ദേശം നൽകുന്നുണ്ട്. 1930 സെപ്റ്റംബർ മാസം 20 ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു മെത്രാപ്പോലിത്തായും ഒരു വൈദികനും ഒരു ശമ്മാശനും ഒരു അൽമായനും ചേർന്ന് 5 പേര് ചേർന്നാണ് സഭാ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചത്. അത് സഭാ ചരിത്രത്തിലെ സുപ്രധാനമായൊരു സംഭവമാണ് എന്ന് കാലഘട്ടം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുനരൈക്യ വാർഷികവും മലങ്കര കത്തോലിക്ക സഭാ സംഗമവും നടത്തുന്ന ആ ഒരു പതിവുണ്ട്. അതൊരാഘോഷം എന്നതിലുപരി സഭാവിശ്വാസികളുടെ കൂട്ടായ്മ വളർത്താനും അവരുടെ ദൗത്യബോധം അവരിൽ ഉണർത്താനും ഉള്ള ഒരവസരം എന്നുള്ള നിലയിലാണ് ഒന്നാമതായി. അതോടൊപ്പം ഈ സഭകളുടെ ഐക്യം എത്രമാത്രം ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശം ഈ സമൂഹത്തിന്, ഈ സഭാ സമൂഹങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ്. 95 വർഷം പൂർത്തിയാകുന്നു. 1930 100 വർഷം പൂർത്തിയാകുന്നു. ശതാബ്ദിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. അതിൻ്റെ ഒരുക്കമായി ഒരു 6 വർഷം ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമായി സഭ പ്രഖ്യാപിച്ചു. ആദ്യത്തെ വർഷം വചനവർഷമായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 20 ആരംഭിച്ചു. ഈ സെപ്റ്റംബർ 20 അവസാനിക്കുന്നു. അടുത്ത വർഷം കൂദാശ വർഷമാണ്. ഇങ്ങനെ ആ ഒരുക്കത്തിൻ്റെ ആ ഒരു പാതയിലാണ്. ഈ വർഷം ഈ പുനരൈക്യ വാർഷിക ആഘോഷം, ഈ സഭാ സംഗമം പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആതിഥേയത്വത്തിൽ അടൂരിൽ ഓൾ സെയിൻസ് സ്കൂളിനോട് ചേർന്ന് തയ്യാറാക്കുന്ന മാർ ഇവാനിയോസ് നഗറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ മാസം 16 മുതൽ 20 വരെ 5 ദിവസങ്ങളിലായിട്ടാണ് ഈ സഭാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനൊരുക്കമായി ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭ മുഴുവനും അതിനുവേണ്ടി, ആ മഹാസംഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 16 വൈകുന്നേരം 5 മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമേനിയാണ് പതാക ഉയർത്തുന്നത്. അതോടെയാണ് ആരംഭം കുറിക്കുന്നത്. ഈ പതാക ഉയർത്തുന്നതിന് ഒരുക്കമായി വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന പ്രയാണങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പിതാക്കന്മാരുടെ ഖബറിടത്തിൽ നിന്ന് വരുന്ന ജീവശിലയുണ്ട്. ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജന്മഗ്രഹം, മാവേലിക്കരയുള്ള ജന്മഗ്രഹത്തിൽ നിന്നുമുള്ള ഛായാചിത്ര പ്രയാണമുണ്ട്. തെയോഫിലോസ് തിരുമേനിയുടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 100-ാം വർഷമാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ നിന്ന് വരുന്ന ആ ഛായാചിത്ര പ്രയാണമുണ്ട്. പെരുന്നാട് മുണ്ടൻമലയിൽ നിന്നാണ് ഈ സഭയുടെ പിറവിയും വളർച്ചയും ഉണ്ടായ ആ ഇടത്തു നിന്നുമുള്ള പ്രയാണമുണ്ട്.
ഇത് അടൂർ ജംഗ്ഷനിൽ ഒന്നു ചേർന്നിട്ട് അവിടെ നിന്നും ഈ പ്രയാണം ഈ സമ്മേളന നഗരിയിലേക്ക്, അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരം വരുന്ന നഗരിയിലേക്ക് ഇങ്ങനെ പോകുന്നതും അവിടെ പതാക ഉയർത്തുന്നതോടെ ഈ സമ്മേളനം, ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതുമാണ്. തുടർന്ന് സ്റ്റീഫൻ ദേവസി ലോകപ്രശസ്തനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യയുണ്ട്. അത് ഈ വചനാധിഷ്ഠിതമായ ഭക്തഗാനങ്ങൾ കോർത്തിണക്കി നടത്തുന്ന 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു കലാസന്ധ്യയാണ്. 17, 18, 19 തീയതികളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒന്നായി ചേർന്ന് നടത്തുന്ന വചനപ്രഘോഷണമാണ്. വചനവർഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ആ കൺവെൻഷനാണ്. 5:30 ജപമാലയോടെ ആരംഭിക്കും. 8:30 വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടെ അവസാനിക്കും. നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിലച്ഛനാണ്. 19-ാം തീയതി രാവിലെ പരിശുദ്ധ സുനകദോസ് പത്തനംതിട്ട ബിഷപ്സ് ഹൗസിൽ വെച്ച് കൂടുന്നുണ്ട്. 1:30 മുതൽ 3 സംഗമങ്ങളാണ്. കുട്ടികളുടെ സംഗമം പള്ളിയിൽ വെച്ച്, യുവജനങ്ങളുടെ സംഗമം തട്ട പള്ളിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച്, അതുപോലെ തന്നെ അൽമായ സംഗമം അടൂര് തയ്യാറാക്കിയിരിക്കുന്ന ഈ സമ്മേളന നഗരിയിൽ വെച്ച് തന്നെയാണ്. പ്രമുഖർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്തരായിട്ടുള്ളവരാണ് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് അന്നു തന്നെ 5:30 മണി മുതൽ, വൈകുന്നേരം 5:30 മണി മുതൽ 6:30 മണി വരെ ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്. നിക്കിയ സുനകദോസിൻ്റെ 1700ാമത് വാർഷികം. ആ വാർഷിക കൂട്ടായ്മയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അധ്യക്ഷത വഹിക്കുകയും മർത്തോമാ സഭയുടെ സബ്രഗൻ മെത്രാപ്പോലിത്ത ബർണബാസ് തിരുമേനി ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അഭിമന്യ പിതാക്കന്മാർ ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബായ സഭയുടെ, CSI സഭയുടെ, അതുപോലെ തന്നെ മലബാർ സഭയുടെയും ലത്തീൻ സഭയുടെയും മെത്രാപ്പോലിത്തമാരും കനാനായ സഭയുടെ മെത്രാപ്പോലിത്തായും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അത് സഭകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. നിക്കിയ സുനകദോസ് നമ്മളെ ഒന്നിപ്പിക്കുന്ന മുഖ്യമായ ആ ഒരു സ്രോതസ്സാണ് എന്ന് നമുക്കറിയാം. അതിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ, നമ്മുടെ ദൗത്യബോധത്തെപ്പറ്റി പുതിയ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാൻ സഹായകമാകും. പിറ്റേ ദിവസം 20-ാം തീയതി, അന്നാണ് പുനരൈക്യ ദിനം. അന്ന് 8:15 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. അന്ത്യോക്യൻ സുറിയാനി പാത്രിർക്കീസ് സംബന്ധിക്കുന്നുണ്ട്. പ്രതിനിധി സംഘം ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമൂഹ ബലിയിൽ അഭിമന്യ പിതാക്കന്മാർ, സഭയിലുള്ള എല്ലാ വൈദികരും സഹകാർമ്മികരായി സംബന്ധിക്കും. തുടർന്ന് 11:30 മണിക്ക് ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ചുള്ള പൊതുസമ്മേളനമാണ്. കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ ഗവർണർ
PS ശ്രീധരൻപിള്ള ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. ധന്യനായ മാർ യൂവാനിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 1925 മെയ് മാസം 1-ാം തീയതി നിരണത്ത് വെച്ചായിരുന്നു. ആ ഒരു മെത്രാഭിഷേകത്തിന് പ്രത്യേകമായൊരർത്ഥമുണ്ട്. ഈ പുനരൈക്യ മഹാസംഭവം ഇത്രമാത്രം അർത്ഥപൂർണമായി തീർന്നതും മലങ്കര കത്തോലിക്ക സഭയായി വളരാനിടയായി തീർന്നതും തീർച്ചയായും മാർ യൂവാനിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ ആ ഒരു കൃപയിലാണ് എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. ഈ സഭാസംഗമം ഏറ്റവും അധികം അനുഗ്രഹകരമായി തീരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം, സാന്നിധ്യമുണ്ടാകണം. ഇത് ആത്മീയമായൊരു അനുഭവത്തിൽ വലിയൊരു സാക്ഷ്യമായി തീരാനും ഈ സമൂഹത്തിന് സ്വർഗം ആഗ്രഹിക്കുന്ന സന്ദേശം പകർന്നു കൊടുക്കാനും തക്കവണ്ണം ആത്മീയമായ വലിയൊരു ഉത്സവമായി തീരാൻ ഇടയായി തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക.